ഹായ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഇത് സേവ് ദ ഡേറ്റിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ അലഞ്ഞു തിരിയുകയാണ്. ഇപ്പോൾ കുറ്റിക്കാട്ടിൽ അവർ അന്വേഷിച്ച് പോയിട്ടുണ്ട്. ഞങ്ങൾ ട്രാവലിംഗ് ടീമാണ് കേട്ടോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ ട്രാവലിംഗ് ബാഗായിട്ട് വണ്ടി അവിടെ ഇരിപ്പുണ്ട്. കുറച്ച് ഭാഗം ഞങ്ങൾ ഷൂട്ട് ചെയ്തായിരുന്നു കേട്ടോ. കൊള്ളാം, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതെ, ഇനി ടെൻ്റ് അടിച്ചിട്ടുള്ള കുറച്ച് ഷോർട്സ് ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടിയുള്ള സ്ഥലം കണ്ടുപിടിച്ചുകൊണ്ട് നടക്കായിരുന്നു. നമ്മൾ അങ്ങോട്ട് നോക്കാം. അത് വേറെ വഴിയിലൊക്കെ ഇവിടേക്ക് ഞങ്ങൾ ടെൻ്റ് അടിച്ചാലോ എന്നാണ് കേട്ടോ ആലോചിക്കുന്നത്. ആ ഒരു പൊസിഷനൊക്കെ ടെൻ്റ് അടിച്ചാലാണ്. ചേട്ടാ ഇവിടെ ഓക്കെ ആണോ? ഞങ്ങൾ കേസ് ഇവിടെ ഇറങ്ങുന്ന പരിപാടിയിലാണ്. ഓക്കെ ആണോ ഇവിടെ? ആ ഈ സ്ലോപ്പിൽ ഇത് ഓക്കെ ആണോ? കുഴപ്പമില്ലല്ലേ? കൂടുതലല്ലേ? ആ ഇരുന്ന് ജസ്റ്റ് ഈ ഇതുണ്ട്, കെറ്റിലുണ്ട്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് കൂട്ടിയിട്ടിട്ടേ തീ കത്തിക്കുമ്പോൾ ഇതിന് ഫ്ലാസ്ക്. ആ അതെ, അവിടെ പോയാൽ നൈസായിരുന്നു. ഷൂട്ട് കഴിഞ്ഞു കേട്ടോ. കുറച്ച് ടെൻ്റ് അടിച്ച് അടുത്തൊരു ഷോട്ട് എടുക്കാൻ പോവാണ്. അപ്പോൾ ടെൻ്റ് എടുക്കേണ്ടി ഇവിടെ വന്നൊരു സെറ്റപ്പ് കൊള്ളാൻ കേട്ടോ. സൂപ്പർ സ്ഥലമാണ്. നീ കണ്ടായിരുന്നു? ഇവിടത്തേക്ക് നൈസ് ഷോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ വരുന്നു നമുക്ക് അതിൻ്റെ ഒരു ക്വാളിറ്റി മനസ്സിലായി. അവരവിടെ ടെൻ്റ് അടിച്ചുകൊണ്ടിരിക്കുക. നോട്ടം കണ്ടിട്ടേ ഇതെന്താ ചാപനം, ഇതെന്താ ചാപനം ആണോ? ഇതിന്റെ ബിഹൈൻഡ് സീൻസ് ആണ് കേട്ടോ ഇന്ന് ഈ ഷോട്ടിട്ട്. കണ്ടേ വേണം. ഓക്കെ അല്ലാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ഓക്കെയാണ്. ഓക്കെയാണ്, ഓക്കെയാണ്. മുടി ഓക്കെ അല്ലാതെ വിഷമിച്ചിരിക്കുകയാണ്. അത് നമുക്ക് ഒന്നുകൂടെ എടുക്കാം. ക്ലോസ് ഷോട്ട് എടുക്കാൻ പറ്റാത്തതിൻ്റെ വിഷമത്തിരിക്കുകയാണ്. എവിടെ മുട്ടിച്ചു ചേർ അതൊക്കെ സ്റ്റുഡിയോയിൽ സെറ്റാക്കി വെച്ചത്. ഇതൊക്കെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഇത് ലാസ്റ്റ് ഷോട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ നേരത്തെ എടുക്കുക ആ സാരമില്ല. അതിൻ്റെ ഇടയിലുള്ള ഷോട്ട് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് എടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ ലേറ്റ് ആയിട്ട് ഇത് വൈകിട്ടത്തെ ഒരു ഷോർട്ടായിട്ട് എടുക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്തത്. നമുക്ക് നല്ലൊരു സ്പോട്ടായിട്ട് ഇപ്പം തന്നെ എടുക്കാം. എന്തൊക്കെ സെറ്റാണ് റെഡി? ഇനി കോഫി ടൈം. കോഫി അവിടെ കോഫി ഞങ്ങില്ലേ? കോഫി ഓർഡർ ചെയ്തോ? ഞങ്ങൾ തീ കത്തിക്കാനുള്ള ശ്രമത്തിലാണ്, നടക്കുന്നില്ല. എല്ലാവരും ഇവിടെ കട്ടപ്പരിസർപ്പത്തിലാണ്. തീപ്പെട്ടി മേടിക്കാനായിട്ട് പോകുന്ന കഷ്ടപ്പാട്. കഷ്ടപ്പാട് അതെല്ല ടീം മെമ്പേഴ്സ് ഉണ്ട്, ഇവിടെ റെഡിയാണ്. അപ്പം നമ്മുടെ ഈ ചേട്ടൻ കത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഇത് നടക്കുന്നില്ല. കഷ്ടപ്പാടാണ്. വീട് കത്തിക്കണം. ഇതാണ് തീപ്പൊരി തീപ്പൊരി തങ്കപ്പനാണ് ഇപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത്. എവിടെ പെട്ടാലും ആൾക്ക് നമ്മളിത് കത്തിച്ചിരിക്കുകയാണ്. കാട് കത്തിയെന്ന് പറഞ്ഞിപ്പോൾ കയറുമല്ലോ. Cheers.
ചെയ്തോ. ഒരു നല്ല കഴിവുണ്ടോ നല്ല സിനിമയ്ക്കകത്ത് പറഞ്ഞൊക്കെ ഒരു വ്ളോഗറിന്റെ സേതുരാജിനകത്തല്ല അങ്ങോട്ട് ഇങ്ങനെ ബ്രോ കുറച്ചുകൂടി ഇങ്ങോട്ട് കയറി ഇങ്ങോട്ട് കയറി എന്നിട്ടും ഇത് നോക്കി ഇത് നോക്കി ഇത് നോക്കി അങ്ങോട്ടല്ല ഇത് ഫ്രണ്ടിലോട്ട് ആ അതെ എന്നിട്ട് ഞാൻ ബാക്ക് സൈഡിലോട്ട് ഓക്കെ മോനെ ഫ്രണ്ടിലോട്ട് അടുത്തതാണ് കുറച്ച് കാല് ചുമ്മാ ഇങ്ങനെ പൊങ്ങാൻ പറ്റുമോ ആ അതെ മോനെ നോക്കണ്ട അവളെ ഓക്കെ കുറച്ച് ഫേസ് ഇങ്ങോട്ട് പോണേ ചേർത്ത് ഫുള്ളായിട്ട് ഇങ്ങനെ ഹാക്ക് ചെയ്തേ ബൈക്കിലോട്ട് ഇങ്ങനെ കെട്ടി ഫേസ് ചെയ്ത് നോക്കണം ഫേസ് ചെയ്ത് നോക്കിയേ ഫേസ് ചെയ്ത് നോക്കിയേ കഴുത്തെ പിടിച്ചങ്ങനെ ഫേസ് ചെയ്ത് നോക്കാൻ പറ്റും. ഇവിടുത്തെ ഓൾമോസ്റ്റ് ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ചേട്ടനാണ് വീഡിയോഗ്രാഫി ചെയ്തിട്ട് എന്നെ നന്ദി രേഖപ്പെടുത്തുന്നുണ്ട്. ഫോട്ടോഗ്രാഫർ ചേട്ടൻ നന്ദി രേഖപ്പെടുത്തുന്നുണ്ട്. വീഡിയോയിൽ സഹകരിച്ച ബാളുവിനെ നന്ദി രേഖപ്പെടുത്തുന്നുണ്ട്. എനിക്ക് ഒന്നും കഴിഞ്ഞിട്ടില്ല. ഇനി അടുത്ത പാടാണ് കഷ്ടപ്പാട്. അപ്പം ഞങ്ങൾ അടുത്ത ഷോട്ട് എടുക്കാൻ പോകുന്നത് ഇനി അങ്ങോട്ടാണ്. കഷ്ടപ്പാടിലേക്ക് എങ്ങോട്ടാ പോണം? ലാസ്റ്റ് ഷോട്ട് ഇവിടുത്തെ ലാസ്റ്റ് ഷോട്ടാണ്. ഇനി പിന്നെ ബാക്കി കുറച്ച് കാര്യങ്ങളുണ്ട്. എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞോ? അപ്പം ഞങ്ങളിത് പാക്കപ്പാണ്. എല്ലാവരും നടന്നു പോകുന്നുണ്ട്. കഴിഞ്ഞു. അപ്പോൾ വി ആർ ജസ്റ്റ് സോ ടയർഡ്. ഞങ്ങളിത് പാക്കപ്പാണ്. എല്ലാം ഡിസ്പോസ് ചെയ്യുന്നുണ്ട്. അതിലോട്ട് എന്താണെന്ന് തോന്നുന്നത്? എങ്ങനെയുണ്ട് നമ്മുടെ സേവ് ദ ഡേറ്റ് ഷൂട്ടിംഗ്? കഷ്ടപ്പാടാണ് കേസ്. നിങ്ങൾ സേവ് ദ ഡേറ്റ് ചെയ്യുമ്പോൾ മാക്സിമം വെയിലില്ലാത്തടത്ത് അത് ചെയ്യാൻ ശ്രദ്ധിക്കുന്ന കേസ്. വെയിലൊരു പിന്നെ ചിലത് നല്ലൊരു സീൻ കിട്ടാനായിട്ട് വെയിൽ സഹിക്കേണ്ടി. ഇതാണ് ഞങ്ങളൊരു ഇത് കണ്ടിട്ടൊരു ഹിമാചൽ വൈബ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു വൈബ് ഹിമാചൽ വൈബ് ഉണ്ട്. പക്ഷെ ഇങ്ങനത്തെ പറയുന്നില്ലെന്നേ ഉള്ളൂ. വലുത് മലയൊക്കെ ഉള്ള ഒരു ടീമായിരുന്നു സെറ്റ് ചെയ്തത്. പ്രതീക്ഷിച്ചത് ട്രാവലിംഗ് വൈബിലുള്ള ആ ഒരു ഇതിനെ കിട്ടി. ആ ലൊക്കേഷനൊക്കെ അങ്ങനെ തന്നെ കിട്ടി. ഞങ്ങൾക്കിപ്പോൾ ഇതുവരെയുള്ള ക്ലൈമാക്സിലുള്ള സീൻസൊക്കെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബിഗിനിങ്ങിനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ അങ്ങോട്ട് പോയിട്ട് ചെയ്യാനാണ് പരിപാടി. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. നമുക്കിനി അടുത്ത സീൻസ് എന്താണെന്ന് നോക്കാം. ജോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. കാരണം ഡീസൽ ബുള്ളറ്റ് ആട്ടോ. അപ്പോൾ അത് കുറച്ച് പതിയെ കയറത്തുള്ളൂ. അപ്പോൾ ജോസി വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ട്രക്കിങ്ങിൻ്റെ കുറച്ച് ഷോർട്സ് എടുക്കും. ആ ഷോർട്സ് കഴിഞ്ഞിട്ട് ഫുഡ് എന്തെങ്കിലും കഴിക്കും കേട്ടോ. ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. കഴിച്ച് കഴിഞ്ഞേ വേണം അടുത്ത ഒരു ഷോട്ട് കൂടെ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൂടെ എടുക്കാനായിട്ട്. വണ്ടി കൊള്ളാതെ പറഞ്ഞപ്പോഴേ അല്ലേ വണ്ടിക്ക് കൊള്ളാതെ പറഞ്ഞപ്പോഴേ അല്ലാത്ത കേസ് വണ്ടി വഴിയിലാക്കി പറഞ്ഞ വഴിയിലാക്കി. അപ്പോൾ ഞങ്ങൾ
പെട്ടു. വണ്ടിയിലുള്ള ഷോട്ട് എടുക്കാൻ പറ്റാൻ പെട്ടിരിക്കുകയാണ് ഈ എടുത്ത് അതിൻ്റെ ഒക്കെയുള്ള പരിപാടിയിൽ എല്ലാവരും. അപ്പം ഞങ്ങൾ ടോപ്പിലെത്തി. ടോപ്പിലാണ് ഇപ്പോൾ. നല്ല വൈബ് ഉണ്ടായിട്ട് ഇവിടെ. നല്ല വൈബായിരുന്നു. ഫസ്റ്റ് ടൈമാണ്. നല്ല വൈബ്. പൊന്മുടി ഫസ്റ്റിലാണ്. ഞാൻ അവിടെ ബസ്സിലൊക്കെ എങ്ങനെയൊക്കെ ബസ്സിൽ കയറിയൊക്കെ എത്തിയപ്പോൾ ഇവിടെ ബസ്സിലൊക്കെ കയറി പിന്നെ വരണ്ടേ, നല്ല താഴെയായിരുന്നു. എങ്ങനെയെങ്കിലുമൊക്കെ എത്തി കേസ്. അപ്പോൾ ഞങ്ങൾ അടുത്ത പരിപാടിക്ക് പോവുകയാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ സേവ് ദ ഡേറ്റ് കഴിഞ്ഞു. വി ആർ ജസ്റ്റ് എക്സോസ്റ്റഡ്. അവരൊക്കെ പോയി കേട്ടോ. അവരൊക്കെ പോയി. അപ്പം സേവ് ദ ഡേറ്റ് ഒക്കെ നന്നായിട്ട് നടന്നു. ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകാനുള്ള പരിപാടിയാണ്. ഇത് കഴിഞ്ഞൊരു ഇനി ഒരാഴ്ച കൂടെ ഉള്ളൂ അല്ലേ? ഒരാഴ്ചയല്ല, 10 ദിവസം ഈ കല്യാണത്തിന്. അപ്പോൾ ഞങ്ങൾ എക്സൈറ്റഡ് ആണ്. 2-ാം തീയതിയാണ് കല്യാണം. അയ്യോ തല ഇറങ്ങണേ മാളു, തല ഇറങ്ങണേ എനിക്ക്. അയ്യോ എനിക്ക് ഇത് ഓർക്കുമ്പോൾ തല ഇറങ്ങുന്നുണ്ട്. ഷോപ്പിങ്ങൊന്നും കഴിഞ്ഞില്ല. ഇവക്കാണെങ്കിൽ എക്സാം ഉണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഗൈസ്. 26-ാം തീയതി കഴിഞ്ഞാലേ ഞാൻ ഫ്രീ ആവുള്ളൂ. ആ അതുവരെ നമ്മൾ ട്രാപ്ഡാണ്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എന്ത് ചെയ്യും മാളു? എക്സാം കഴിഞ്ഞ് അയ്യോ എനിക്കറിയത്തില്ല. മിക്കവാറും കല്യാണത്തിൻ്റെ അന്ന് രാവിലെ വൈകിട്ട് 3 മണിക്കാണ് കല്യാണം. അതുകൊണ്ട് രാവിലെ പോയി ബാക്കി കാര്യങ്ങൾ ചെയ്യാനും സമയമുണ്ട്. എനിക്കറിയില്ല ഗൈസ് എന്താണ് ചെയ്യാനുള്ളത്. നിങ്ങൾ എനിക്ക് വല്ല ഐഡിയ പറഞ്ഞു തരും ഗൈസ്. സേവ് ദ ഡേറ്റ് എങ്ങനെയുണ്ടായിരുന്നു? സേവ് ദ ഡേറ്റ് ഒക്കെ നൈസ് ആയിരുന്നില്ലേ? അയ്യോ ഞാൻ തളർന്നു. പക്ഷേ കുറച്ച് നല്ല ഷോർട്സ് കിട്ടിയിട്ടുണ്ട്. നല്ല കുറച്ച് നല്ല ഷോർട്സ് ഇട്ടിട്ടുണ്ട്. അവർ നല്ല ഒരു എഡിറ്റ് ചെയ്യുന്ന ടീംസാണ്. അപ്പോൾ ഒരു നല്ലൊരു ഔട്ട്പുട്ടിന് വേണ്ടി ഞങ്ങളിങ്ങനെ എക്സ്പെക്ട് ചെയ്ത് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ശേഷം ഞങ്ങളത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് ഞങ്ങൾ എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ ഗൈസ്.